എടേ ഞാനൊരു മൂക്കാനാണ്. ഇച്ചിരി ബഹുമാനൊക്കെ ആവാം. എന്താ മൂക്കൻ? അരിക്കടിക്കരുത്. അവിടെ മറ്റേ അവയവങ്ങളൊക്കെ ഉള്ളതാണ്. എന്താ മുക്രാൻ ചേട്ടന്റെ പേര്? പാമ്പേഷ്. അത് മൂത്തന്റെ അറിയുന്ന സാധനല്ലേ? കല്ലോ അത് പാമ്പേഷ്. ഞാൻ പാമ്പേഷ്. പാമ്പേഷ് എങ്ങോട്ടാ? കർക്കിടക മാസമല്ലേ വരുന്നത്. ഞാൻ ബാറ്റ്. അങ്ങനെ അവളും തേച്ചിട്ട് പോയി. എന്റേന്നുള്ള മീന്തല മാത്രം കുതിച്ചാണ് അവള് നിൽക്കുന്നതെന്ന് അമ്മ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തില്ല. പോണത് പോട്ടെ. ഇനിയിപ്പോ വീട്ടുകാരാലോചിക്കും. ഫ്രണ്ട്സ് മാത്രമുള്ള ഗ്രൂപ്പിൽ പോലും വോയിസ് അയക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്റെയൊക്കെ ഗ്രൂപ്പിൽ എല്ലാവരും വോയിസ് അയക്കും. പക്ഷെ ഒരാൾ മാത്രം വോയിസ് അയക്കാതിരുന്നെല്ലാം ടൈപ്പ് ചെയ്തയക്കും. ഇതുവരെ ആ ഗ്രൂപ്പിൽ ഒരു വോയിസ് പോലും അയാൾ അയച്ചിട്ടില്ല. എന്താണ് അയാൾ വോയിസ് അയക്കാത്തത്? ആ ഗ്രൂപ്പിൽ 4 പേരുണ്ടോ, 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. ഈ അറിയാവുന്നവരുള്ള ഗ്രൂപ്പിൽ പോലും വോയിസ് അയച്ചിട്ടില്ല. എന്തൊക്കെ ടൈപ്പ് മനുഷ്യന്മാരാണ് വോയിസ് അയച്ചെന്ന്. എന്താണ് എലിവേട്ടക്കൊന്നും പോയില്ലേ? എലിവേട്ടക്ക് നിർത്തി. അഞ്ചു പറ്റിടാ, നീ കരയുവാണോ? എന്താ കാര്യം? അല്ല, എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നില്ലേ? ആ പിന്നെ ഉണ്ടായിരുന്നു. അവളെ കാണുന്നതിന് തേച്ചാ എങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞേ? എന്റെ പൊന്നെണ്ണ, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണല്ലോ ചാറ്റ് ചെയ്തിരുന്നേ. ആദ്യമായി നേരിട്ട് കണ്ടത് ഇന്നലെ ഇരുന്ന്. അല്ല, എന്നിട്ട് എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? പിന്നെ ഭയങ്കര സൗന്ദര്യല്ലേ? എടോ, അതൊരു തൊരപ്പത്തിയാണോ? തൊരപ്പത്തിയാ? അന്ന്. എന്റെ ദൈവമേ. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പിടിച്ചു തന്ന്. അയ്യോ, ഇനി പോയത് മൂത്രം ഒഴിക്കട്ടെ. ഇതാരും എന്റെ പറമ്പില്. അയ്യോ, എന്റെ പോണോ? ഇത് ഞാൻ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന സ്ഥലമാ. അയ്യേ, നീ മൂത്രമൊഴിക്കുന്ന സ്ഥലമാണ്. അയ്യേ, വെറുതെ ഒരു നനവ്. നേരത്തെ പറഞ്ഞോറോ, ഞാനിപ്പോ ആകെ അറിയില്ലേ. ഷോ, ദാഹിച്ചിട്ട് പാടില്ല. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. എന്തുവാ ഇത്? ഇതെന്തുവാ ഇത്? ഇത് വലിയ പുല്ലപ്പയല്ല. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ. പിന്നെ ആകെയുള്ളൊരു കാര്യം, പേടിത്തൊണ്ടനാന്ന് ആരും. എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ മീശ മോളോട്ട് പിരിഞ്ഞിരിക്കുന്നു. എന്താ കണ്ണ് കാണുന്നില്ലേ? എടേ, ഞാൻ കണ്ടം പോച്ചാണ് കേട്ടാ. നിങ്ങൾ ആരായിട്ട് എന്ത് കാര്യം? ശബരിമലയ്ക്ക് പോവാൻ മാല കിട്ടോ? അതിവളങ്ങനെ അറിഞ്ഞ് ഉണ്ടെങ്കിൽ എന്നാ പിന്നെ ശരണമയ്യപ്പ. എടി കൊച്ചു കള്ളി, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞേ? എന്നോട് ആ കൂറത്തിലെ ഗോൾഡ് റഷ് പറഞ്ഞതാ. അവനാ ആ കള്ള പോ. അയ്യോ സാമശരണം. ആ മഹാനായ വ്യക്തിക്ക് ആ വെള്ളത്തേക്ക് ഇറങ്ങാൻ ഒഴുകിയാ പോരെ. എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നേ? മുഴുത്ത മീമി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഇവനെ വറുത്തടിക്കണം. അളിയന്മാരെ, എന്താടാ ഇതിനൊരനക്കം? എന്റെ ശിവനെ, മീമിയുടെ